നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി കിട്ടാൻ വേണ്ടി സമരം ചെയ്യുക എന്നല്ല, മറിച്ച് കർത്താവേ, നിന്റെ നീതിയുടെ നിലവാരത്തിൽ ഞാൻ എത്തിച്ചേരാൻ വേണ്ടി ഒരാൾ ദൈവസന്നിധിയിൽ വിശക്കുകയും ദാഹിക്കുകയും അയാൾ അത്രമേൽ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിലവാരത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണം. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോ ഈ സമൂഹത്തിൽ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും ഉൾപ്പെടെ നമുക്ക് പീഡനങ്ങൾ ഉണ്ടാവും. നീ എന്തൊരു മരപ്പൊട്ടനാന്ന് ആളുകൾ നമ്മളെ നോക്കി പറയും. നീ ഭൂമി ജീവിക്കാൻ കൊള്ളാത്ത ഒരുത്തനാന്ന് നമ്മളെ നോക്കി നമ്മൾ പീഡിപ്പിക്കപ്പെടും അതിന്റെ പേരിൽ. അതായത് ക്രിസ്തുവിന്റെ ജീവിതം നിങ്ങൾ നയിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്നുൾപ്പെടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം. കാരണം ഇത് ലോകത്തിന് ദഹിക്കുന്ന ഒരു ആത്മീയതയല്ല. അവര് പറയും നീ വെറും പൊട്ടനായിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ ജീവിതം നയിക്കാതെ ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടും. ഈ ജീവിതം നയിക്കാതെ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ലോക ജീവിതം നയിക്കുന്ന ഒരാൾക്ക് വേണ്ടി ക്രിസ്തു തന്റെ കൃപാവരങ്ങൾ വർഷിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിന്റെ ജീവിതത്തെയാണ് ഒരാൾ വിലമതിക്കുന്നത്. അതിന് ക്രിസ്തുവിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ക്രിസ്തുവിന് തന്റെ മരണം വഴി ഉത്ഥാനം വഴി ക്രിസ്തു നേടിയെടുത്ത കൃപ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് ക്രിസ്തു അത് വർഷിക്കാൻ പോകുന്നത്. അങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈശോ യുഗാന്തം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇത് എളുപ്പത്തിലുള്ള ഒരു ജീവിതമല്ല. ചെറുതും വലുതുമായ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നമ്മൾ ഈ ചോദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ഈശോ, നീ ആണെങ്കിൽ ഈ മൊമെന്റിൽ എങ്ങനെ പെരുമാറും? ഇനി എപ്പോഴും ആ ഇൻസ്റ്റന്റ് ആയിട്ട് ആ മൊമെന്റിൽ അങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ മാനദണ്ഡം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് അനുതാപം ഉണ്ടാവും. ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, ഞാൻ ആ ചെയ്തത് ശരിയായില്ല, കർത്താവേ ഞാൻ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു, എനിക്ക് കുമ്പസാരിക്കണം, ദൈവമേ ഞാനിപ്പോ ഈ നിലപാടെടുത്തത് ശരിയായില്ല. ഈ അനുതാപം നമ്മുടെ ഉള്ളിൽ വന്നാൽ യേശു പറയുകയാണ്, അങ്ങനെയുള്ള നമ്മളെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യർ ചിന്തിക്കുന്ന നീതിയുടെ നിലവാരത്തെ പോലെ അല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്റെ രാജ്യത്തിന്റെ അംഗങ്ങളായി മാറുകയുള്ളൂ. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്റെ പക്കൽ നിന്ന് അകന്നു പോകുവിൻ. അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിച്ചത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെയാണ്. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് പറയാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരെ പൊക്കോളാൻ. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തും എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നമുക്ക് മേളിലുള്ളത് ദൈവത്തിന്റെ ക്രോധം. സഭയുടെ ജീവിത നിലവാരം സ്റ്റാൻഡേർഡ് ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല. നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്ന് വേറിട്ടൊരു ജനതയാക്കുന്നത് ഇപ്പൊ മനസ്സിലായോ? നീതിയാണ്, നമ്മുടെ നീതി. ആ നീതി ലോകത്തിന്റെ നീതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു നീതിയാണ്.